ഇറങ്ങി എത്ര പൈസ എന്നത്? എത്ര രൂപ മരുന്ന് വാങ്ങാൻ പൈസ തന്നോ? ഒരു മാസം മരുന്ന് വാങ്ങാൻ 5000 രൂപ. ആര് വോട്ട് ചെയ്യാൻ വന്നാൽ പൈസ തരണം പറഞ്ഞു. മരുന്ന് വാങ്ങാൻ പൈസ പോകണം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എല്ലാവരും പറഞ്ഞു. അപ്പൊ ഇവരാണ് ആകെ പൈസ തന്നുള്ളൂ, വേറെ ആരും തന്നില്ല അമ്മയ്ക്ക് അല്ലേ? എല്ലാവർക്കും മരുന്ന് വാങ്ങാൻ പണിക്കും പോകണ്ട, മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല. ഒരു മാസം 5000 വേണം മരുന്നിന്. അമ്മ ചോദിച്ചു അവരോട് പൈസ, പൈസ വേണം പറഞ്ഞു. എപ്പോഴാ? ഇന്ന് തന്നെയാണോ ചോദിച്ചത്? അപ്പൊ തന്നെ 5000 രൂപ തന്നു. അപ്പുറത്ത് വിടുത്ത ആളുകൾക്ക് കൊടുത്തിട്ട് പൈസ തന്ന പൈസ തന്നു തന്നല്ലോ ചോദിച്ചു അത് പെൻഷന്റെ പൈസ പൈസ തന്നു നേരത്തെ പറഞ്ഞത്. അമ്മയല്ലേ പറഞ്ഞ നേരത്തെ പെൻഷൻ തന്ന പണമുണ്ട് എന്റെ കയ്യിൽ. ആ അല്ലാതെ അവരൊന്നും തന്നില്ലേ? 4000 ഉണ്ട്. അതല്ല ആ ശോഭാസ് ഇല്ല തരാ പറഞ്ഞു. ആ അവർ വന്നാ തരാ പറഞ്ഞു. അല്ല ഒരു വെള്ള സ്ത്രീ പൈസ കയ്യിൽ വെച്ച് അമ്മയുടെ കയ്യിൽ എന്തോ തന്നില്ലേ? അത് വീഡിയോ വന്നിട്ടുണ്ടല്ലോ. ഒന്നും തന്നിട്ടില്ല. അത് അവര് കൈ കൊടുത്താണ് കൈ കൊടുത്ത് ഇങ്ങനെ തൊഴിലും ഒക്കെ ചെയ്യും. തൊഴിലും ഒക്കെ ചെയ്യും. ശരി, ഓക്കെ ഓക്കെ. അത് നിക്കാൻ വയ്യ. ഈ ബാഗിൽ നിന്ന് തരുന്നത്, ഈ ബാഗിൽ നിന്ന് എടുത്ത് തരുന്നത് എന്താ? ബാഗിൽ നിന്ന് എടുത്ത് തന്നത് ശരി, ഉള്ളിപ്പിക്കും. കുട്ടി വേഗം തന്നു. ശരി, ഉള്ളിപ്പിക്കമാ. വയ്യാണ്ട് ശരി 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 ശരി. 5 മാസം കിടക്കുന്നു. അപ്പൊ പൈസ കിട്ടിയില്ല? ഇല്ല. ശരി അമ്മ പോ. അവരോട് അമ്മ പൈസ ചോദിച്ചു അല്ലേ? ആ ഇനി പറഞ്ഞു തരാ പറഞ്ഞു. ആ പിന്നെ പറയാന്നാണോ പറഞ്ഞേ? ശരി ശരി ഓക്കെ ഓക്കെ. 70. ഇന്ന് രാവിലെ ആരെങ്കിലും വന്നിരുന്നോ? ഇന്ന് രാവിലെ ആരെങ്കിലും വന്നിരുന്നോ ഇവിടെ? ബിജെപിയുടെ സ്ഥാനാർത്ഥി വന്നിട്ടുണ്ടായിരുന്നു. എത്ര പൈസ എന്നത്? കള്ളം പറയൂ. പൈസ വാങ്ങുന്നു 5000 രൂപയാണെന്നാണ് പറയുന്നത്. അത് ഞാൻ കണ്ടില്ല. അത് കാണിച്ചു സംസാരിക്കാം. ഞങ്ങളും വീഡിയോ കണ്ടു. അമ്മ വയ്യാത്തൊരു അമ്മയാണ്, അതിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെ? അതെ തന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ എന്താണിത്? കൈ കൊടുക്കുന്നതാണ് അമ്മന്റെ കയ്യിലുള്ള പൈസയാണ്. അതിനുശേഷം കാണുന്നത് ഞാൻ ഒരു മിനിറ്റ് പറയാം. ഈ പൈസ വന്നിട്ട് അമ്മന്റെ മടിയിലുണ്ടായിരുന്നത് ഇവിടെയുള്ള വിനീഷ് ഏട്ടനെ ഇവര് പോയി എടുത്തിട്ട് ഇതാ പൈസ എന്ന് പറഞ്ഞിട്ട് ഇവര് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഉള്ളത്. അതിന് നമ്മളെ മടി വന്നിട്ട് പോക്കറ്റ് ഒന്നും ഇല്ലല്ലോ. അമ്മന്റെ മടിയിൽ ഇവിടെ പൈസ ഉണ്ടായിരുന്നു. ഇവരെടുത്തത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പൈസയാണ് ഇവരെടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് ഇതാക്കി വിട്ടത്. ശരി ഓക്കെ. ശരി, ആ ചേച്ചി വന്ന ഞാൻ പറയാം. ആ ചേച്ചി ആര് പറഞ്ഞു? ഇല്ല, നിങ്ങളുടെ വീഡിയോയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ശരി. നേരത്തെ അമ്മ പറഞ്ഞു ഞാൻ 5000 രൂപ ചോദിച്ചു, എനിക്ക് എല്ലാ മാസവും 5000 രൂപ പണം വേണം എന്നാണല്ലോ അമ്മ ആദ്യം പറഞ്ഞത്. പിന്നീടാണല്ലോ മാറ്റി പറഞ്ഞത്. അതായത് മരുന്ന് തന്നു എന്നല്ല സാറേ നിങ്ങൾ പറയണത്. നിങ്ങൾ തന്നിട്ടില്ല. ശരി, നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിലേ തന്നു പറയാൻ പറ്റുള്ളൂ. അതിന്റെ കൈവശമുള്ള പൈസ എടുത്തിട്ട് നിങ്ങൾ വന്നിട്ട് വീഡിയോ എടുത്ത് എല്ലാം ഇതാക്കി. ഞങ്ങൾ എന്തിനു മാറ്റേണ്ട ആവശ്യം? ഞങ്ങൾക്ക് ആരിനെയും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് എന്തിനു ഭീഷണി? എനിക്ക് ഇഷ്ടമുള്ളവർക്ക് അല്ല ഞാൻ ഒന്ന് ചോദിക്കട്ടെ. നമ്മൾക്ക് വന്നിട്ട് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം. അത് ആരുടെയും ഒരു MLA വന്ന് പറഞ്ഞാലും ശരി, ഒരു മന്ത്രി വന്ന് പറഞ്ഞാലും ശരി, അതിന്റെ ആവശ്യമൊന്നുമില്ല. നല്ലത് ആര് ചെയ്യണോ അവർക്ക് പോയി ചെയ്യാം. വിവരമുള്ളവർക്ക് ആര് നല്ലത് ചെയ്യും, അത് ബുദ്ധിയുള്ളവർക്ക് അവർ ചെയ്യും വോട്ട്. എല്ലാം വന്നിട്ട് ഞാൻ രാഷ്ട്രീയക്കാരനാണ്, ഞാൻ ആ രാഷ്ട്രീയം 25 വർഷമായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നുമില്ല. ഇവിടെ 3 സ്ഥാനാർത്ഥികളും വന്നിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളായിട്ട് ഇപ്പൊ ഉണ്ടാക്കി തന്നെയല്ലേ? ഇത് ഇത്രയും വലിയ ഇഷ്ടം ഉണ്ടാക്കിയതല്ലേ? തന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ശരി, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇപ്പൊ ശരി ഓക്കെ. എന്തായാലും
അവരുടെ പ്രതികരണം കേട്ടു. അത് എനിക്ക് തോന്നുന്നു ചെറുമക്കളായിരിക്കാം. അമ്മയാണെങ്കിൽ പ്രായമേറിയ അമ്മയുമാണ്. അതുകൊണ്ട് അവർ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കണക്കിലെടുക്കാമെന്നും കൂടി ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. എന്താണ് സംഭവിക്കുന്നത് ഗോകുൽ? അവർ ഈ പറഞ്ഞ പോലെ അവരുടെ കയ്യിലുണ്ടായിരുന്ന പണമാണോ തിരിച്ചു വന്നത്? അത് കയ്യിൽ കൊടുത്തിട്ട് ഫോട്ടോ എടുത്താണോ? പ്രാദേശികമായ നേതാക്കളെല്ലാം വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഇലക്ഷൻ അതായത് അമ്മ ആദ്യം പറഞ്ഞത് താൻ സ്ഥാനാർത്ഥികളും വന്നു, എല്ലാവരോടും പൈസ ചോദിച്ചു, മരുന്ന് വാങ്ങാൻ 5000 രൂപ ആവശ്യമുണ്ട് ചോദിച്ചു. തന്നത് BJP സ്ഥാനാർത്ഥി മാത്രമാണെന്നാണ് അമ്മ ആദ്യം പറഞ്ഞത്. അതിനുശേഷം മകൻ പൈസ തന്നോ എന്ന് 3 തവണ അമ്മയോട് ചോദിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ 3 തവണ ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് കാര്യം പിടികിട്ടി. അമ്മ അത് മാറ്റി പറഞ്ഞു. ഇല്ല, പൈസ തന്നില്ല എന്ന് ചോദിച്ചു, പക്ഷെ തന്നില്ല എന്ന് അമ്മ പറഞ്ഞു എന്നുള്ളതാണ്. പ്രായമായ സ്ത്രീയാണ്, ചിലപ്പോൾ ഒരുപക്ഷെ സ്ത്രീയാണ്. അതുകൊണ്ട് ഇപ്പോ മകൻ ചോദിച്ചപ്പോൾ അവർക്ക് കാര്യം പിടികിട്ടി അവർ പറഞ്ഞാണോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇതൊരു വളരെ കുറച്ചൊരു അവരുടെ പ്രായമൊക്കെ കണക്കിലെടുക്കണം. അവർ സംസാരിക്കുന്നത് അവർക്ക് എത്ര വയസ്സുണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 90 അടുപ്പിച്ച് വയസ്സുള്ള സ്ത്രീ ആയിരിക്കും. അതുകൊണ്ട് പൂർണ്ണമായിട്ടും അവർ പറയുന്നതിന് നമുക്ക് എല്ലാം മുഖവിലേക്ക് എടുക്കാനും കഴിയില്ല എന്ന് തോന്നുന്നു. BJPയുടെ ഏതെങ്കിലും പ്രതികരണം ഉണ്ടോ? എന്താ സവിത പറഞ്ഞ? BJPയുടെ നിലവിലെ പ്രതികരണം അവർ പറയുന്നത് ഇപ്പോൾ പ്രചരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ്. ഈ വീഡിയോയിലൊന്നും തന്നെ സ്ഥാനാർത്ഥിയില്ല, ആർക്കും പണം നൽകിയിട്ടില്ല എന്നുള്ളൊരു പ്രതികരണമാണ് ഏതായാലും BJPയുടെ ഭാഗത്തു നിന്നും ഇതുവരെ വന്നിട്ടുള്ളത്. മറ്റു കൂടുതൽ പ്രതികരണങ്ങളൊന്നും BJPയുടെ ഭാഗത്തു നിന്നും ഇതുവരെ വന്നിട്ടില്ല. ഇനി ഒരു പക്ഷേ അത് വരാനുള്ള സാധ്യതയും അല്ലെങ്കിൽ വരുന്ന മണിക്കൂറിൽ അത് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഏതായാലും ഫ്ലൈയിങ് സ്ക്വാഡും അതോടൊപ്പം തന്നെ പോലീസും എല്ലാം തന്നെ ഈ ഒരു വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഫ്ലൈയിങ് സ്ക്വാഡ് അടക്കം കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ വിഷയങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ഈ വീട്ടിലേക്ക് വലിയ പരിശോധനയും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ അനുഭാവം പ്രത്യക്ഷത്തിൽ പ്രകടിപ്പിക്കുന്ന ആളുകളാണോ? അത്തരത്തിലുള്ള വീട്ടുകാരുടെ അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവരുടെ രാഷ്ട്രീയം എന്താണ്, പ്രത്യക്ഷ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് വ്യക്തമല്ല. അവരങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം പ്രകടിപ്പിക്കുന്നവരായിട്ടും ഉള്ള വിവരങ്ങൾ ഇവിടെയുള്ള മറ്റ് പ്രവർത്തകരോ ഒന്നും പറഞ്ഞിട്ടുമില്ല. ഏതായാലും ഇവരുടെ വീട്ടുകാരുടെ പ്രതികരണം എന്ന് പറയുന്നത് അവർ പറയുന്നത് പൈസ തന്നിട്ടില്ല എന്നുള്ളതാണ്. ആ മകൻ പറയുന്നത് തനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ, പണം തന്നിട്ടില്ല. ഈ ദൃശ്യങ്ങളിലെല്ലാം കൈ കൊടുക്കുന്നതാണ്, അതല്ലാതെ അത് പണമല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്.